സച്ചിയുടെയും രേവതിയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരത്തിനോട് അമ്മ ചോദിക്കുന്നുണ്ട്, എടാ നിന്റെ പെങ്ങളല്ലേ അവിടെ സുഖമില്ലാതെ കിടക്കുന്നത്, നീ ഒന്ന് പോയി കാണുന്നോ പറക്കുന്നോ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങോട്ട് കൊണ്ടുവച്ച് നോക്കാനാണെന്ന് വെച്ചാ സച്ചി സമ്മതിക്കില്ല. പൊന്നുപോലെയാ അവൻ അവളെ നോക്കുന്നത്. നിനക്കിടയ്ക്ക് പോയെന്ന് അന്വേഷിച്ചൂടെ എന്ന് ചോദിക്കാണ്. അമ്മ അനിയത്തിയും പോകുന്നുണ്ടല്ലോ, അത് മതിയെന്ന് പറയുന്നുണ്ട്. അത് മതിയെന്നോ? അതെങ്ങനെ ശരിയാവും? നീ അവളുടെ ഒരേ ഒരു അനിയനല്ലേ? ഒരു ആങ്ങളുടെ സ്ഥാനത്ത് നിന്ന് അവളുടെ കാര്യങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്തം നിനക്കില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോ ശരത്ത് പറയുന്നുണ്ട്, ഓ ഞാൻ അങ്ങോട്ട് പോയാ പിന്നെ ആ തള്ളയുടെ അയാളുടെയൊക്കെ വായിന്ന് കേൾക്കേണ്ടി വരും. എടാ ഞാൻ പറഞ്ഞല്ലോ, അവൻ ഇതുവരെ വന്നിട്ടില്ല. ചന്ദ്രയോ തീർത്ഥാടനത്തിന് പോയിരിക്കാം. തീർത്ഥാടനമൊന്നും അല്ലമ്മേ, അവര് ചേച്ചി നോക്കാൻ പറ്റുന്നതിന് മുങ്ങിയതാ. അപ്പോ അമ്മ പറയുന്നുണ്ട്, അതെന്തായാലും നല്ലതായെന്ന് വേണം പറയാൻ. ദേവ് പറയുന്നുണ്ട്, അത് ശരത്തെ, കാരണം ഇപ്പൊ ചേച്ചിക്ക് അവിടെ മനസ്സമാധാനം ഉണ്ട്. കുത്തുവാക്ക് പറയാനോ വഴക്ക് പറയാനൊന്നും അവിടെ ആരുമില്ല. സച്ചേട്ടനും ആ അങ്കിളും ഒക്കെ പൊന്നുപോലെ ചേച്ചിയെ കൊണ്ടു നടക്കുന്നേ. ചേച്ചി വിളിക്കുമ്പോഴെല്ലാം പറയും. സച്ചേട്ടനാണെങ്കിൽ കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെയാ നോക്കുന്നത്. വല്ലപ്പോഴും മാത്രമേ ഓട്ടത്തിന് പോലും പോവാറുള്ളൂ എന്ന് പറയാണ്. ഓ മതി അങ്ങേറെ പുരാണമൊക്കെ, എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പോയി കണ്ടോളാം. അങ്ങേരെ എപ്പോഴേലും ഓട്ടം പോലെ ഇറങ്ങുമ്പോ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം എന്നും പറഞ്ഞിട്ട് അവിടെ നിറങ്ങാണ്. അമ്മ ദേവുവിനോട് പറയുന്നുണ്ട്, ഇവന് ഇങ്ങനെ പോയാല് എന്ത് ചെയ്യും മോളെ? ഒരല്പം പോലും അവന് മാറ്റമില്ലല്ലോ. അതെങ്ങനെ അവൻ മാറ്റം ഉണ്ടാവുന്നത്? ആ ആന്റണിയെ പോലുള്ളവന്റെ കൂടെയൊക്കെ അല്ലേ ഇവന്റെ കൂട്ടുകെട്ട്. എന്തായാലും ഗജേന്ദ്രനല്ല ചേച്ചി ഉപദ്രവിച്ചെന്ന് മനസ്സിലായി. അങ്ങനെയുള്ളപ്പോ എന്റെ സംശയം അത് ആന്റണി ആണോന്നാ. സച്ചേട്ടനുമായിട്ട് ആന്റണിക്ക് എന്റെ ചെറിയ കശവിശയൊക്കെ ഈയിടെ ഉണ്ടായിരുന്നു. അതിന് കൂട്ടു നിൽക്കാനേ ദേ ഈ പോയവനും ഉണ്ടായിരുന്നു എന്ന് പറയാണ്. പിന്നെ ദേ നീ ഈ കാര്യം വിളിച്ച് സച്ചിയോട് പറയാൻ നിൽക്കണ്ട കേട്ടോ, വെറുതെ അവൻ ഓരോ വഴക്കിനിറങ്ങും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശരത്താണെങ്കില് നേരെ ആന്റണിയെ കാണാനായിട്ട് അവരുടെ താവളത്തിലേക്ക് പോവാൻ കേട്ടോ. കോളേജിൽ പോകുന്ന വഴിക്ക് അവിടെ ഇറങ്ങാനായിട്ട് കയറുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആന്റണിയും സുഹൃത്തുക്കളും കൂടി സംസാരിക്കുന്നത് ശരത്ത് അവിടെ നിന്ന് ഒളിഞ്ഞു കേൾക്കാണ്. ആന്റണി പറയുന്നുണ്ട്, അവളെ കൊല്ലണമെന്നും ഞാൻ വിചാരിച്ചില്ല. സച്ചിക്കിട്ട് ചെറിയൊരു കൊട്ട് അത്രേ ഞാൻ കരുതിയുള്ളൂ. അന്ന് ആ ആളുകളുടെ മുമ്പിൽ വെച്ചൊക്കെ അവൻ എന്നെ അപമാനിച്ചു. എല്ലാവരും മുമ്പിൽ വെച്ച് എന്നെ തല്ലി. ഇപ്പോ ആർക്കും എന്നെ പേടിയില്ല, എല്ലാവർക്കും എന്നോട് പുച്ഛാണ്. സച്ചിയുടെ നടി മേടിച്ച പിന്നെ എന്നെ ആരാണ് ഒരു വില വെക്കുന്നത്? അതുകൊണ്ടാ അവനോട് നല്ലൊരു പണി കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചത്. അവനെ തല്ലിയാ അവന് നോവില്ല. അവന് നോവണമെങ്കിൽ ആ രേവതിക്ക് നോവണം. എങ്കിൽ മാത്രമേ അവന് കുറച്ചെങ്കിലും ചാഞ്ചാട്ടം ഉണ്ടാവുള്ളൂ. അത് ശരിക്കുണ്ട്. അന്ന് മനഃപൂർവ്വം തന്നെയാ ഞാൻ ഇടിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. ഇടിച്ച് തീർച്ചു വീണപ്പോളെ അവൾ മരിച്ചു കാണുന്ന ഞാൻ കരുതിയേ. പക്ഷെ എന്ത് ചെയ്യാനാ, കാലയില് ചെറിയ ഫ്രാക്ചർ മാത്രമേ ഉള്ളൂ. മരിക്കാൻ ഞാൻ നന്നായി, അല്ലെ കേസും വക്കാണോ ഒക്കെ ആയിട്ടെ നമ്മളിപ്പോ അകത്ത് കിടക്കേണ്ടി വന്നേനെ. ഇതാകുമ്പോ എനിക്ക് സമാധാനമായി. അവനൊന്ന് വേദനിച്ചു കണ്ടല്ലോ, അത് മതി. ആളുകളുടെ മുമ്പിലൊക്കെ ഇട്ട് എന്നെ അവൻ കുറെ വേദനിപ്പിച്ചതാ. അപ്പോ കൂടുതൽ നിൽക്കുന്ന റൗഡി പറയുന്നുണ്ട്, അല്ല ആ ശരത്തങ്ങാണെന്ന് അറിഞ്ഞാല് പ്രശ്നമാവില്ലേ? ശരത്തിപ്പോ നിങ്ങളെയാ ആ അളിയനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത്. ആന്റണി പറയാണ്, അതങ്ങനല്ലേടാ ഉണ്ടാവുള്ളൂ. ഞാൻ അവനെ കാശും എല്ലാം കൊടുത്ത് പൊന്നുപോലെ കൊണ്ട് നടക്കല്ലേ. അവൻ ആഗ്രഹിക്കുന്നതെല്ലാം എന്നിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അവനെന്തിനാ അവന്റെ ആ അളിയന്റെ പിന്നാലെ നടക്കുന്നത്? അത് മാത്രല്ല, ഒരു തവണ അവന്റെ കൈതല്ലി ഒടിച്ചുകൊണ്ട് തന്നെ അവൻ ആ അളിയനോട് തീർത്തു തരാത്ത ദേഷ്യാണ്. അതുകൊണ്ട് ഇനി അങ്ങോളം അതെനിക്കൊരു മുതൽക്കൂട്ടാം. അവനെ വെച്ച് ഞാനിനി പല കളികളും കളിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ ശരത്ത് അവിടെ നിന്ന് ഒളിഞ്ഞു കേൾക്കാണ്. അപ്പൊ ശരത്ത് മനസ്സിലാക്കുന്നുണ്ട്, സച്ചിയേട്ടൻ പറഞ്ഞെല്ലാം സത്യമായ കാര്യാ. ഈ ആന്റണി എന്നെ ചതിക്കായിരുന്നു, എന്നെ മനഃപൂർവ്വം ഇതിലേക്ക് വലിച്ചഴക്കായിരുന്നു. എന്റെ രേവചേച്ചിക്ക് ആക്സിഡന്റ് ആവാൻ കാരണം ഇവനല്ലേ എന്ന് മനസ്സിലോർക്കാണ്. ആന്റണി പറയുന്നുണ്ട്, അവനെ കൊണ്ടേ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇവനെ അതുകൊണ്ടല്ലേ ഞാൻ തഞ്ചിച്ച് നിർത്തിയിരിക്കുന്നത്. സച്ചി അവൻ എന്റെ ശത്രുവാ. അവനെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ എനിക്ക് ഇവൻ വേണം ആയുധമായിട്ട്, ഈ ശരത്ത് എന്ന് പറയാണ്. അങ്ങനെ ശരത്താണെങ്കിൽ മനസ്സിലാലോചിക്കുന്നുണ്ട്, ഇപ്പം അവനോട് പ്രതികരിക്കാനോ ഏറ്റുമുട്ടാനോ പോയാല് എന്റെ ജീവന് തന്നെ അത് ആപത്താവും. അതുകൊണ്ട് അതില് കാര്യമില്ല. ഞാൻ അറിഞ്ഞത് തൽക്കാലം ഇവൻ അറിയണ്ട. ഇത് നേരെ പോയി സച്ചിനോട് പറയണം. ഇവന്റെ രണ്ടെണ്ണം കൊടുക്കാൻ സച്ചിനെ കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് ശരത്താണെങ്കില് നേരെ ചന്ദ്രലോകത്തിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോ നമ്മുടെ രേവതിയുടെ തലമുടി തോർത്തി കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. സച്ചിയാണെങ്കിൽ
എന്നിട്ട് രേവതിയുടെ മുടിയൊക്കെ ചീവിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കണ്ടുകൊണ്ടാണ് ശരത്ത് അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. രേവതിയെ പൊന്നുപോലെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയത്ത് രവിയും അവിടെ ഇരിപ്പുണ്ട്. ആഹാ, ശരത്തെ മോനെ കയറി വായെന്ന് പറയാണ്. അകത്തേക്ക് കയറുന്നുണ്ട്. ശരത്തെ, ഡാ നീ ഇന്ന് കോളേജിലേക്ക് പോയില്ലേ എന്ന് രേവതി ചോദിക്കുമ്പം ഇല്ല, ഞാൻ ചേച്ചി ഒന്ന് കാണാൻ വന്നതാ എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴെങ്കിലും നീ ഒന്ന് വന്നല്ലോ. അന്ന് കാലൊടിഞ്ഞ് അറിഞ്ഞപ്പോ ഒന്ന് വന്നിട്ട് പോയതാ, പിന്നെ ഇതുവരെ നീ ഒന്നും വന്നില്ല. ഞാൻ അമ്മയെ വിളിച്ച് സങ്കടം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോ സച്ചിയാണെങ്കിൽ ഇവളൊന്നും മിണ്ടാതെ നിൽക്കാം കേട്ടോ. കാരണം മിണ്ടിയാലും ഇവ മിണ്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോ ശരത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് അകത്തേക്ക് വരാവോ എന്ന് ചോദിക്കുന്ന കേട്ട് രവിയും രേവതിയൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. പിന്നെ സച്ചിയുടെ കാര്യം പറയണല്ലോ. സച്ചി വാ, അകത്തേക്ക് വാന്ന് പറഞ്ഞ് അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോവാണ്. രവി പറയുന്നുണ്ട്, ഇതെന്ത് അത്ഭുതാ മോളെ, ശരത്ത് സച്ചിയോട് മിണ്ടാറില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? അതെനിക്ക് അറിയില്ല അച്ഛാ, എന്താ പറ്റിയെന്ന്. രണ്ടുപേരും തമ്മിൽ മിണ്ടിയാ മതിയായിരുന്നു, പഴയതുപോലെ സ്നേഹമായാൽ മതിയായിരുന്നു. ആ ആന്റണി എന്ന് പറഞ്ഞവൻ ഇടയ്ക്ക് കയറിയ ഇവർ തമ്മിൽ ഇങ്ങനെ പ്രശ്നമൊക്കെ വഷളാക്കുന്നത്. അവന്റെ പിന്നാലെയാ ഈ ശരത്തിപ്പോ. എത്ര പറഞ്ഞാലും ഇവൻ കേൾക്കില്ല എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. ഈ സമയത്ത് ശരത്ത് അകത്തേക്ക് മുറിയിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് നമ്മുടെ സച്ചിയോട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ആ ആനനയുടെ ഗോഡൌണിനടുത്ത് ചെന്നിരുന്നു. അവിടെ ചെന്നപ്പോ അവർ സംസാരിക്കുന്നതൊക്കെ ഞാൻ ഒളിഞ്ഞു കേട്ടെന്ന് പറയാണ്. എന്താ അവർ സംസാരിച്ചെന്ന് കേട്ടെ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോ ഇവൻ പറയുന്നുണ്ട്, അല്ല ആനണി പറയായിരുന്നു, അന്ന് ആളുകളുടെ മുമ്പിൽ വെച്ചൊക്കെ സച്ചേട്ടൻ അവനെ തല്ലിയില്ലേ, പോലീസ് സ്റ്റേഷനിലാക്കിയില്ലേ, അങ്ങനെ പല സമയത്തും ആനണിയെ അപമാനിച്ചുകൊണ്ട് സച്ചേട്ടനെ എങ്ങനെയെങ്കിലും നാണം കെടുത്താനും സച്ചേട്ടനെ വേദനിപ്പിക്കാനും വേണ്ടി ആനണി കരുതി കൂട്ടിയിരിക്കായിരുന്നു. സച്ചേട്ടനെ അടിച്ചാലോ ഉപദ്രവിച്ചാലോ സച്ചേട്ടൻ നോവില്ലെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് മനഃപൂർവ്വം അയാൾ രേവചേച്ചി അപകടപ്പെടുത്തിയാണെന്ന് പറയുമ്പോഴേക്കും ആണോ അവൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. അതേ സച്ചേട്ടാ, അവൻ എങ്ങനെ പറഞ്ഞത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. എനിക്ക് ആദ്യമേ ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ അയാള് എന്നെ ഉപയോഗപ്പെടുത്തുകയാണെന്നും സച്ചേട്ടനെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി, സച്ചേട്ടനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്നെ മനഃപൂർവ്വം ഉപയോഗിക്കുകയാണെന്ന് അവൻ പറഞ്ഞത് ഞാൻ കേട്ടു. അപ്പോഴാ നിങ്ങളെല്ലാം പറഞ്ഞതിനർത്ഥം എനിക്ക് മനസ്സിലായത് എന്ന് അവൻ പറയുന്നുണ്ട് കേട്ടോ. ആനണി എന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തിരിക്കായിരുന്നു. ഞങ്ങളുടെ കയ്യില് പണമില്ല സച്ചേട്ടാ, അതുകൊണ്ട് ആനണി എപ്പോഴും ഓരോ വർക്കിന് പോകുമ്പോഴും എനിക്ക് ആവശ്യമുള്ള പണം തരുമായിരുന്നു. വീട്ടിലെ കാര്യത്തിലും കോളേജിലെ പഠനത്തിനൊക്കെ ഞാൻ ആ പണം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്നാ എനിക്ക് തോന്നിയത്. എന്നെ അങ്ങനെ എല്ലാവരും കൂടെ കൊണ്ടുപോയെങ്കിലും തല്ലാനൊന്നും അയാളെ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ നല്ലതായിരിക്കുന്ന ഞാൻ കരുതിയത്. പക്ഷെ എന്റെ ചേച്ചി തന്നെ ഉപദ്രവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സച്ചിയേട്ടനെ ഇല്ലാതാക്കാൻ വേണ്ടി അയാള് ഒരു ആയുധമായിട്ടാണ് എന്നെ കൊണ്ടു നടക്കുന്നത്. ഏത് നിമിഷവും എന്നെ ഇല്ലാതാക്കാൻ അയാൾ മടിക്കില്ലാന്ന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സച്ചിയേട്ടാ. സച്ചിയേട്ടൻ ചെയ്തതാ ശരി, ഞാൻ ചെയ്ത അത്രയും മോശമാണെന്ന് തെറ്റാണെന്നും എനിക്കിപ്പോ മനസ്സിലായി. അതെന്റെ പ്രായത്തിന്റെ കൊണ്ടാ. ആരും മുമ്പിച്ച് സച്ചിയോട് മാപ്പ് പറയാന് എനിക്ക് നാണക്കേടുണ്ട്. അതുകൊണ്ടാ ഞാൻ ഒതുക്കത്തി വന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഇത് അറിഞ്ഞെന്നുള്ള കാര്യം ആന്റണീനെ ഞാൻ അറിയിച്ചിട്ടില്ല. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. കാരണം ഇനി അവന്റെ എന്തൊക്കെയാണ് നടപടികളെന്നൊക്കെ എനിക്ക് അറിയണമല്ലോ. അവന്റെ നീക്കങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കണം. ഞാനതെല്ലാം സച്ചിയേട്ടനെ അറിയിക്കാം. ആന്റണീനെ ഇനി വെറുതെ വിടരുത്. എന്റെ ചേച്ചിയുടെ കാല് ഒടിച്ച അവന്റെ കാലും സച്ചിയുടെ തല്ലി ഒടിക്കണം എന്ന് പറയുന്നു കേട്ടോ. സച്ചി പറയാണ്, ഇപ്പോഴെങ്കിലും നിനക്കെല്ലാം മനസ്സിലായല്ലോ, എനിക്ക് അത് മതി. സച്ചി പറയുന്നുണ്ട്, ഗജേന്ദ്രനാണെന്നും കരുതിക്കൊണ്ട് ഞാൻ അവനെ ഒരുപാട് തല്ലിയിരുന്നു. പക്ഷെ അവൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല എന്ന്. എന്നിട്ടും ഞാൻ വിശ്വസിച്ചില്ല. 2 തവണ അവനെ ഞാൻ പിടിച്ചടിച്ചതാ. പക്ഷെ 2 തവണയും അവനില്ലെന്ന് സത്യമായിട്ട് പറയുകയും ചെയ്തു. അപ്പോഴെനിക്കൊരു സംശയം തോന്നിയിരുന്നതാ. പക്ഷെ ഇവിടുന്ന് രേവതി പോവാൻ സമ്മതിക്കില്ല. രേവതിക്ക് പേടിയാ ഞാൻ ആരോടെങ്കിലും പോയി തല്ലുണ്ടാക്കുമെന്ന്. അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് എന്നോട് അടക്കി ഇരുത്തിയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ശരിക്കും ചേച്ചിനെ ഇടിപ്പിച്ച് ശരിക്കും ഒന്ന് ഇതാക്കാനാ അയാൾ ശ്രമിച്ചത്. ഭാഗ്യം കൊണ്ടാ ഇത്രയും പറ്റിയത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറ്റിയാനേ. അതുകൊണ്ട് സച്ചേട്ടാ അവനെ വെറുതെ വിടരുത്. ആ കാര്യം പറയാനാ ഞാൻ വന്നത്. പിന്നെ ഞാനില്ല അറിഞ്ഞെന്നും ഞാൻ ആ പറഞ്ഞെന്നുള്ള കാര്യവും അയാൾ അറിയണ്ട എന്നും പറഞ്ഞ് ശരത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, നിനക്ക് പഠിക്കാൻ പണത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ തരാം. വേണ്ട സച്ചേട്ടാ, അതിന്റെ ആവശ്യമില്ല. സച്ചേട്ടനും ചേച്ചി ഇവിടെ എങ്ങനെ കഴിഞ്ഞുകൂടുന്നതെന്നും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു ബുദ്ധിമുട്ടാവില്ല.
ഇനി ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചോളാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡ് പരിപാടി ഞാൻ തുടങ്ങിക്കോളാം എന്നും പറഞ്ഞ് ശരത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. പോകാൻ നേരം ചേച്ചി ഞാൻ പോവാണെന്ന് പറയുമ്പോൾ എടാ ഒരു ഗ്ലാസ് വെള്ളങ്ങൾ കുടിച്ചിട്ട് പോടാ. സാരമില്ല അങ്കിൾ ഞാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. രേവതി പറഞ്ഞത് എന്താ അത്ഭുതമായത്, സച്ചിനോട് അമ്മ സംസാരിച്ചല്ലോ, എന്താ സച്ചിയുടെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അല്ല അവൻ കാര്യമായിട്ടൊന്നും പറഞ്ഞല്ലോ, ഇത്ര നേരം സംസാരിച്ചില്ലേ? അവൻ സച്ചിനെ കാണാൻ വേണ്ടി തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്, അപ്പൊ എന്തോ കാര്യമുണ്ട്. എന്റെ സച്ചിയേട്ടാ എന്നോട് പറയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ അവൻ സച്ചി പറയാൻ കേട്ടോ, സമയം വരുമ്പം നിന്നോട് ഞാൻ പറയാം, ഇപ്പൊ പറയാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ ശരത്ത് എനിക്ക് എന്നോട് വാക്ക് ചോദിച്ചതാ, പറയില്ലാന്ന്, അതുകൊണ്ടാ എന്ന് പറയുമ്പം രവി പറയാണ് ഒരാളെയും തമ്മിൽ പറയട്ടെ മോളെ, ഇപ്പൊ പറയാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ പറഞ്ഞാലും മതിയല്ലോ, എന്തായാലും അവർ തമ്മിൽ ഒന്നായല്ലോ അത് മതി എന്ന് പറയുമ്പം രേവതി പറഞ്ഞിട്ട് അതെ എനിക്ക് സമാധാനമായി, നിങ്ങൾ നല്ല രീതിക്ക് സംസാരിച്ചല്ലോ അത് മതി. ഞാൻ ചെറുതായിട്ടൊക്കെ സച്ചിയുടെ നാം വിളിക്കുന്നൊക്കെ കേട്ടു, അപ്പൊ എനിക്ക് മനസ്സിലായി അവനിപ്പോ ദേഷ്യമൊന്നും ഇല്ല എന്ന്. പണ്ട് അങ്ങേരെന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറയാൻ കേട്ടോ. സച്ചി പറയുന്നുണ്ട് അവനിപ്പോ നല്ല മാറ്റമായി, അവനിപ്പോ യാതൊരു പ്രശ്നവും ഇല്ല, അതൊക്കെ വന്ന് എന്നോട് പറയായിരുന്നു, വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ രേവതിയെ കൊണ്ട് അകത്താക്കിയിട്ട് നീ എങ്കിലും കിടന്നോ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതല്ലേ, എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട്, ഞാൻ പുറത്തു പോയിട്ട് വരാമെന്ന് പറയാൻ കേട്ടോ. രേവതി പറയുന്നുണ്ട് ആരും വിളിക്കുന്നത് കേട്ടില്ലല്ലോ, അല്ല എനിക്ക് മെസ്സേജ് അയച്ചു, മഹേഷ് അയച്ചത് ഒരോട്ടം വന്നു, അതെനിക്ക് അവൻ കൺവേർട്ട് ചെയ്ത് വിട്ടതാ, ഞാനെന്തായാലും പോയിട്ട് വരാം, ഇങ്ങനെ ശരിയാവില്ലല്ലോ എന്നും പറഞ്ഞിട്ട് സച്ചി ധൃതിക്ക് ഇറങ്ങാം കേട്ടോ. രവിയോട് പറയുന്നുണ്ട് അച്ഛാ അവളെ ശ്രദ്ധിച്ചോണം, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറയാണ്. രവി ശരി മോനെ എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് രേവതി അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ ആ പോക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തോ ഒരു പന്തുകേട് പോലെ. സച്ചിയുടെ ഇത്ര നേരമായിട്ടും മെസ്സേജ് എന്തോ ഫോൺ വിളിക്കുന്നതായിട്ട് ഞാൻ കേട്ടില്ല, മുഖഭാവമൊക്കെ അച്ഛൻ ശ്രദ്ധിച്ചോ, എന്തോ ഒരു പന്തുകേട് പോലെ എനിക്ക് തോന്നി, എന്തോ ഉണ്ട്. അപ്പോ രവി പറയാണ് മോക്ക് തോന്നുന്നായിരിക്കും മോളെ, അതൊന്നും സാരമില്ല, നിന്നെ വിട്ട് പോണ്ട ആ ഒരു സങ്കടം കൊണ്ടായിരിക്കും, മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ രവി ആണെങ്കിൽ പത്രമൊക്കെ വായിച്ച് വെളിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഈ സമയത്ത് സച്ചി ആണെങ്കിൽ നേരെ പോകുന്നത് ആനനിയുടെ ഗോഡൌണിലേക്കാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോഴേക്കും ആനനി ചോദിക്കാണ് ആഹാ എന്താ സച്ചി ഇങ്ങോട്ടൊക്കെ? അപ്പൊ സച്ചി പറഞ്ഞിട്ടുണ്ട് നീ അതിനുള്ള വഴിയിരിക്കുക, എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ വഴിയിരിക്കുന്നു, എന്ത് വഴി? അപ്പൊ സച്ചി പറയുന്നുണ്ട് കുറെ ദിവസം കണ്ട് എന്റെ ഭാര്യനെ വണ്ടി ഇടിപ്പിച്ചത് ആരാണെന്നേ ഞാൻ അന്വേഷിച്ച് അടക്കായിരുന്നു, ഇന്നാ അതിനുള്ള ഉത്തരം കിട്ടിയത് അത് നീയാണെന്ന്. അപ്പോ ആനന്ദി പറയുന്നുണ്ട് നിനക്കെന്താ സച്ചി പറ്റിയത്? ഞാനൊന്നും ചെയ്തിട്ടില്ല, നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. തോന്നിയെന്നല്ല, ഇടിച്ചിട്ട് പോയ വണ്ടിയും ബാക്കിയുള്ള CCTVയും എല്ലാം ഞാൻ കണ്ടു, നീ അത് ചെയ്തെന്നുള്ള കാര്യവും തെളിവ് സഹിതം എനിക്ക് കിട്ടിയടാ എന്നും പറഞ്ഞുകൊണ്ട് ആന്റണിയെ എത്തിയൊരു ചവിട്ട് കൊടുക്കുക കേട്ടോ. ആനനെ തെറിച്ച് വീഴുന്നുണ്ട്. കൂടെ വന്ന 3 ഗുണ്ടകൾ വന്നിട്ട് സച്ചിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും അവരെ എല്ലാം സച്ചി അടിച്ചിടുന്നുണ്ട് കേട്ടോ. ആനനെ ശരിക്ക് അടി കൊടുക്കാണ്. ആനനെ പറയുന്നുണ്ട് ഞാനല്ല ചെയ്തത്, വെറുതെ സച്ചി ആവശ്യമില്ലാതെ എന്നെ ഓരോ പ്രശ്നത്തിൽ കൊടുക്കരുത് എന്നൊക്കെ പറയുമ്പോ സച്ചി പറയുന്നുണ്ട് എന്റെ രേവതിക്ക് നന്നാലേ എനിക്ക് നോവുള്ളെന്ന് നിനക്കറിയാല്ലേടാ, അതുകൊണ്ട് മനഃപൂർവ്വം നീ ഇമ്മാതിരി ഒരു ചതി ചെയ്തതല്ലേടാ എന്നും ചോദിച്ചുകൊണ്ട് വീണ്ടും തല്ലാണ്. ആനണി എന്തുകൊണ്ടും സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവസാനം അടിയും കൂടിക്കഴിഞ്ഞപ്പോ ആനണി പറയുന്നുണ്ട് അതെടാ ഞാൻ തന്നെ ചെയ്തടാ, അവളെ കൊല്ലാനാ ഞാൻ നോക്കിയത്, പക്ഷെ ചത്തില്ല, ഇനി എന്റെ കൈ കിട്ടിയാ ഞാൻ കൊല്ലൂടാ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അതിന് നീ ജീവൻ എടുത്തിട്ട് വേണ്ടടാ എന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്ന ഒരു ഇരുമ്പിന്റെ പൈപ്പ് എടുത്തിട്ട് അവന്റെ 2 കാലും തല്ലി ഒടിക്കാണ് കേട്ടോ. എന്റെ ഭാര്യ എന്തുമാത്രം വേദന അനുഭവിച്ചു എന്ന് നീയും അറിയണോടാ എന്നും പറഞ്ഞിട്ട് ആ ഇരുമ്പ് ഇതും അവിടെ കളഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോകുന്നുണ്ട്. ആന്റണിയാണെങ്കിൽ അവിടെ വേദന കൊണ്ട് പൊളയാണ് കേട്ടോ. ഈ സമയത്ത് ആന്റണിയുടെ ആ സുഹൃത്തുക്കളെ വന്നിട്ട് അവനെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അങ്ങനെ ആന്റണി പോലീസ് സ്റ്റേഷനിൽ ഇവനെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ, തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ പോലീസുകാര് നേരെ ചന്ദ്രത്തിലേക്ക് വരുന്നുണ്ട്. അവിടെ വരുമ്പോ രേവതി ആണെങ്കിൽ വാതിക്ക് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. രവിയുണ്ട് കേട്ടോ. പോലീസുകാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് സച്ചി എവിടെയെന്ന്. അപ്പോ രേവതി പറയുന്നുണ്ട് അയ്യോ സാറേ എന്താ പ്രശ്നം? സച്ചിയേട്ടൻ വണ്ടി ഓടിക്കാൻ പോയിന്ന് പറയുമ്പോൾ അവൻ വണ്ടി ഓടിക്കാനാണോ പോകുന്നത് അതോ ആളുകളെ തല്ലിക്കൊല്ലാനാണെന്ന് ചോദിക്കാണ്. പെട്ടെന്ന് തന്നെ രേവതി ഞെട്ടിക്കൊണ്ട് അയ്യോ സാറേ എന്താ പറ്റിയേ, സച്ചിയേട്ടൻ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോ അത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ അങ്ങനെയൊക്കെ പലതും പറയും, ഭർത്താക്കന്മാർ എതിലേ പോകുന്നു എങ്ങനെ പോകുന്നൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആന്റണി എന്ന് പറയുന്ന ഒരാളെ അയാളുടെ സ്ഥാപനത്തിൽ കയറി തല്ലി ചതച്ചു, അയാളുടെ 2 കാലും തല്ലി ഒടിച്ചു.
അയാളിപ്പോ ഹോസ്പിറ്റലാ. അയാൾക്കിപ്പോ 2 കാലിനും ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കാ. അയാളുടെ 3 സുഹൃത്തുക്കളെയും തല്ലി. അവര് 3 പേരും ദൃക്സാക്ഷികളാ. അത് മാത്രല്ല, ആ ഗൊഡൌണില് ഒരു CCTV ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായി തന്നെ സച്ചിയാണ് ചെയ്തെന്നുള്ളതിന് തെളിവുണ്ട് എന്ന് പറയാൻ കേട്ടോ. അതുകൊണ്ട് സച്ചി അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ വന്നത്. വധശ്രമത്തിനാണ് കേസ് കൊടുത്തിരിക്കുന്നതെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ചങ്ക് പൊട്ടി കരയാൻ കേട്ടോ. നമ്മുടെ രേവതിയാണെങ്കിൽ രവി വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോ വേണ്ട, അവനിവിടെ കാണുകയല്ലേ, ഞങ്ങളെങ്കിലേ അവൻ എവിടെയാണുള്ളത് അവിടെ പോയി പൊക്കിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ പോകുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ ചെന്നിട്ട് സച്ചിനെ ആ ഒരു ഇവിടെ വെച്ച് സ്റ്റാൻഡിൽ വെച്ച് പിടിക്കാൻ കേട്ടോ. സച്ചി പറയുന്നുണ്ട്, സാറേ എന്റെ ഭാര്യനെ വണ്ടി ഇടിപ്പിച്ചത് അവനാ. ആ ഒരു ദേഷ്യത്തിന് ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ നിയമം കയ്യിലെടുക്കാൻ നീ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് സച്ചിയെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റാൻ കേട്ടോ. അങ്ങനെ സച്ചിനെ അവര് നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് സെല്ലടയ്ക്കാണ്. ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട്, സാറേ അന്ന് എന്റെ ഭാര്യനെ വണ്ടിയിടിപ്പിച്ച് കാലൊടിഞ്ഞ് അവൾ കിടന്നതും ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. അന്ന് ഞാനും വന്ന് ഇവിടെ കംപ്ലൈന്റ് ചെയ്തതാ. നിങ്ങളൊരു ആക്ഷനും എടുത്തില്ല, നിങ്ങൾ തപ്പാനും നിന്നില്ല. ആ ആനണിയാ എന്റെ ഭാര്യനെ തള്ളിയിട്ട് കാലൊടിച്ചത്. അതുകൊണ്ടാ ഞാൻ അവനെ കാലൊടിച്ചത് എന്ന് പറയാൻ കേട്ടോ. അപ്പോ SI പറയുന്നുണ്ട്, നീ ആരടാ അതൊക്കെ ചെയ്യാനായിട്ട്? കംപ്ലൈന്റ് എന്നെങ്കിലേ ഞങ്ങളത് അന്വേഷിക്കും, ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോ അന്വേഷിക്കും. ഇപ്പോ അവന് 2 കാലും ഒടിഞ്ഞു. അവനെ മരിക്കാറായി കിടക്കുക. 2 കാലിനും ഓപ്പറേഷനും വേണം. ബാക്കിയുള്ള കൂടെയുള്ള 3 പേർക്കും നല്ല പരിക്കുണ്ട്. മിനിമം 5-6 വർഷം നിനക്ക് അകത്ത് കിടക്കാം എന്ന് പറയാം കേട്ടോ. അപ്പൊ സച്ചി ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. തന്റെ രേവതി ഓർത്താണ് കേട്ടോ അവൻ പേടിക്കുന്നത്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഓടി ശ്രീകാന്തും വർഷയും കൂടി വരുന്നുണ്ട്. ജാമ്യത്തിലെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ വരുന്നത്. അപ്പോ SI പറയുന്നുണ്ട്, സോറി ജാമ്യം കിട്ടില്ല, ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു, FIR രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ട് ഇനി അതിലൊന്നും കാര്യമില്ല. കാരണം എന്താ, CCTV സഹിതമാണ് തെളിവ് വന്നിരിക്കുന്നത്. അവരെ അടിച്ച് ശരിയാക്കുന്നതിന്റെ CCTV. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തോ എന്നും പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞേക്കാണ് കേട്ടോ. ശ്രീകാന്തിനോട് സച്ചി പറയുന്നുണ്ട്, എന്റെ രേവതിനെ കൊല്ലാൻ നോക്കിയത് അവനാ. അതുകൊണ്ടാണ് ഞാൻ പോയി തല്ലി ചതച്ചെന്ന് പറയുന്നുണ്ട്. സാറില്ലേട്ടാ, ഞങ്ങൾ ഏതെങ്കിലും ഇതിൽ ശ്രമിച്ചു നോക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വർഷയും ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ രേവതി അവിടെ കരഞ്ഞു തളർന്നിരിക്കുമായിരിക്കും. സച്ചിയും ശ്രീകാന്തും വർഷയും പറയുന്നുണ്ട്, ചേച്ചി സാരില്ല, ഞങ്ങള് അവിടെ പോയി ചോദിച്ചപ്പോ നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തോളാനാ പറഞ്ഞത്. ജാമ്യം കിട്ടിയാ പിന്നെ പ്രശ്നമൊന്നുമില്ല ചേച്ചി എന്ന് പറയാണ്. ജാമ്യം കിട്ടിയില്ലെങ്കിലോ വർഷേ, തല്ലുന്ന ആ വീഡിയോ സഹിതമല്ലേ അവരുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ജാമ്യം കിട്ടുമെന്ന് എന്താ ഉറപ്പെന്ന് ചോദിക്കാണ്. ചേച്ചി നന്നായി പ്രാർത്ഥിക്ക്, ചേച്ചിയുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കും. ചേച്ചിയുടെ കാല് ആക്സിഡന്റ് ആക്കിയത് ആന്റണിയാ. അതറിഞ്ഞ സച്ചേട്ടൻ ആന്റണിയെ കാല് തല്ലി ഓടിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്റെ ഈശ്വര, ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, സച്ചേട്ടന്റെ പോക്ക് കണ്ടപ്പോഴേ എന്തോ ഒരു പന്തികരുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട് സച്ചേട്ടൻ അന്ന് ആന്റണിയെ കാണുന്നതിന് പോയതാ എന്നും പറയാൻ കേട്ടോ. ഈ വിവരം അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് രേവതിരെ അമ്മയും ദേവുവും ശരത്തും കൂടെ ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവളെ കെട്ടിപ്പിടിച്ച് അവരമ്മ കരയുന്നുണ്ട്. ഈ സമയത്ത് രവി പറയുന്നുണ്ട്, നിങ്ങൾ കൂടി അവളെ വിഷമിപ്പിക്കരുത്, പ്രശ്നമൊന്നുമില്ല. ശ്രീകാന്തും വർഷയും കൂടി പോയിരുന്നു. അവിടെ ചെന്നപ്പോ നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാന്നാ പറഞ്ഞത്. വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ്. എങ്കിലും കേസ് നടന്നാല് അകത്താകാനുള്ള ചാൻസ് ഉണ്ടെന്നാ എല്ലാവരും പറഞ്ഞെന്ന് ദേവ് പറയുമ്പോ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇല്ല ദേവു, അതിന് ചാൻസ് കുറവാ. കാരണം രേവതിയെ വണ്ടി ഇടിപ്പിച്ചത് ആന്റണിയാണെന്ന് ആ CCTV തന്നെ അയാളെ പറയുന്നുണ്ട്. അത് മാത്രല്ല, അതിന് ഒരു ദൃക്സാക്ഷിയുണ്ട് എന്ന് പറയുമ്പോ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ കടയിലുള്ള ഒരാള് അത് ആന്റണിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് മാത്രല്ല, ആ CCTV ഫുട്ടേജിലൊക്കെ അത് ആന്റണിയാണെന്ന് തന്നെ തെളിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കോടതിയിൽ പ്രസന്റ് ചെയ്താല് സുഖമായിട്ട് നമുക്ക് സച്ചിനെ ഊരെടുക്കാന്നേ ഉള്ളൂ എന്ന് ശ്രീകാന്ത് പറയാൻ കേട്ടോ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇവര് വിളിച്ചിട്ട് നമ്മുടെ അച്ചമ്മേനെ അറിയിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് അച്ചമ്മയ്ക്ക് ചങ്ക് തകർന്നു പോവാണ്. അച്ചമ്മയാണെങ്കിൽ അപ്പോ തന്നെ നാട്ടിലേക്ക് വണ്ടി കയറുന്നുണ്ട്. ഇവിടെ വന്ന പാടെ രേവതിയോട് ചോദിക്കാണ്, എന്താ മോളെ, എന്താ ഉണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ രവി പറയാണ്, അമ്മയല്ലേ അന്ന് പറഞ്ഞത് രേവതിനെ ഇങ്ങനെ ആക്കിയവന്റെ കാല് തല്ലി ഒടിക്കാൻ മേലായിരുന്നു, അവനെ കൊല്ലാൻ മേലായിരുന്നൊക്കെ പറഞ്ഞ് അവനെ എരികേറ്റി വിട്ടത് അമ്മയല്ലേ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കാണ്. എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പം ആന്റണി എന്ന് പറയുന്നവനാ മോളെ കൊല്ലാൻ നോക്കിയത്. സച്ചിയോടുള്ള ദേഷ്യത്തിന് സച്ചിക്ക് നോവണമെങ്കിൽ രേവതി നോവണമെന്ന് പറഞ്ഞിട്ടാ അവൻ ആ കൊടുഞ്ചത് ചെയ്തത്. അത് അവൻ എങ്ങനെയോ അറിഞ്ഞു. അത് അറിഞ്ഞുകൊണ്ടാ നേരെ അവന്റെ ഗൊഡൌണിലേക്ക് പോയത്. അവിടെ ചെന്ന് അവന്റെ 2 കാലും തല്ലിയൊടിച്ചു.
ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് അവൻ അവിടെ പോയി ഹോസ്പിറ്റലിൽ കിടക്കാണ്. അവിടുത്തെ CCTV സഹിതം അവര് കംപ്ലൈന്റ് കൊടുത്തു. വേറെ 3 പേർ കൂടി പരിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബെയില് കിട്ടാൻ കുറച്ച് പാടാണെന്നാ എല്ലാരും പറഞ്ഞത് എന്ന് പറയുന്നില്ല കേട്ടോ. അപ്പോ അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെ എന്റെ മോനെ ഞാൻ ജയിലിലേക്ക് വിടില്ല. അല്ലടാ ശ്രീകാന്തേ, അന്ന് എന്റെ മോളെ വണ്ടിയടിച്ച CCTV ഒന്നും ആർക്കും കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോ അതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരു സാക്ഷി ഒപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അച്ഛമ്മയുടെ സൈഡിൽ നിന്നും അച്ഛമ്മയും ആളുകളെ ഇറക്കി അന്വേഷിക്കാനൊക്കെ ആരംഭിക്കാണ് കേട്ടോ. അച്ഛമ്മ പറയുന്നുണ്ട്, എന്ത് വില കൊടുത്തും എന്റെ മോനെ ഞാൻ പുറത്തിറക്കിയിരിക്കും, ഒരു ദിവസം പോലും അവനെ ഞാൻ ജയിലിൽ കിടത്തില്ല എന്ന് പറയാൻ കേട്ടോ. അവനാണെങ്കിൽ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കായിരിക്കും കേട്ടോ. അങ്ങനെ അച്ഛമ്മ നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട്. ഇവനെ ജാമ്യത്തിലിരുന്ന് കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നെന്ന് പറയുമ്പോ പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട്, മേഡം ഇതിനു മുമ്പേ ഒരാള് വന്നിരുന്നു, അവരോടും ഞാൻ പറഞ്ഞിട്ട് ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾ FIR രജിസ്റ്റർ ചെയ്തു. നിങ്ങൾ നോക്കിക്കേ, ഈ CCTV കണ്ടോ ഇവൻ എന്ത് മൃഗീയമായിട്ടാണ് അവരെ തല്ലി ചതച്ചെന്ന്. ആ ഇരുമ്പ് വടി കൊണ്ട് അയാളുടെ 2 കാലും തല്ലി ഒടിക്കായിരുന്നു. ആ കാലുകൊണ്ട് അയാളിനെ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ തന്നെ 5-6 മാസം പിടിക്കും. ആ ഒരു അവസ്ഥയിലേക്കാക്കി ഇവൻ ആ 3 പേർക്കുള്ള പരിക്കുകൾ നിങ്ങൾ കണ്ടോന്ന് ചോദിക്കാണ്. അപ്പൊ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്, ഇവന്റെ ഭാര്യ, അതായത് എന്റെ കൊച്ചുമരുമകൾ വീട്ടിലുണ്ട്. അവളെ വണ്ടി ഇടിപ്പിച്ച് അവളുടെ കാലും ഇതുപോലെ ഒടിഞ്ഞ് അനങ്ങാൻ വയ്യാതെ കട്ടിലത്തിന് വരെ ഇരിപ്പാണ്. അത് സാറ് കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞങ്ങക്ക് കംപ്ലൈന്റ് തന്നവര്, അതെന്താ സച്ചിമാവ കംപ്ലൈന്റ് തന്നില്ലേ? സച്ചി ആദ്യം വന്ന് എന്റെ മരുമകൾക്ക് വേണ്ടിയാണല്ലോ കംപ്ലൈന്റ് നൽകിയത്. അന്ന് നിങ്ങളത് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ എപ്പോഴേ പ്രതി ഇവനാണെന്ന് കണ്ടുപിടിക്കാമായിരുന്നു. നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നിട്ട് അവസാനം എന്റെ മോൻ തന്നെ അത് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങൾ നിയമം നോക്കി നല്ല രീതിക്ക് അവനെ അറസ്റ്റ് ചെയ്യാന്നെങ്കിൽ ഇതെങ്ങാണ് സംഭവിക്കുമായിരുന്നോ എന്ന് നമ്മുടെ മുത്തശ്ശി ചോദിക്കാൻ കേട്ടോ. പോലീസുകാരൻ പറയുന്നുണ്ട്, അത്ര വിട്ടതൊന്നും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനാവില്ല. എത്ര കേസുകളാ ഓരോ ദിവസം വരുന്നത്. ഞങ്ങള് കുറച്ചു പേരല്ലേ ഉള്ളൂ. എല്ലാ കേസും ഞങ്ങളുടെ തലയെ കൂടെ അല്ലേ. നോക്കി ഞങ്ങൾ മടുത്തു. എന്നും വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അവനെ അപ്പോ തന്നെ അടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിച്ചാ പോരെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോ നമ്മുടെ SI പറയുന്നുണ്ട്, നാളെ കോടതിയിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് എന്താന്ന് വെച്ചാ നിങ്ങൾ ചെയ്തോ, ജാമ്യം വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ നോക്ക് എന്നൊക്കെ പറയാണ്. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള തെളിവുള്ളത് കൊണ്ട് തന്നെ നല്ല എതിർഭാഗത്തുനിന്ന് നല്ല തെളിവുണ്ടെങ്കിൽ മാത്രമേ ജാമ്യം എങ്കിലും കിട്ടുള്ളൂ, അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യും, അത് ഓർമ്മ വേണം എന്നും പറഞ്ഞ് പോലീസ് അച്ഛനെ പറഞ്ഞിടുകയാണ് കേട്ടോ. ഈ സമയത്ത് അച്ഛമ്മ പോയിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, മോൻ വിഷമിക്കണ്ട, മോന്റെ ഭാര്യനെ കൊല്ലാൻ നോക്കിയവനെയാ മോൻ തല്ലി ചതച്ചത്. അതുകൊണ്ട് മോൻ ഒരു കുറ്റബോധം വിചാരിക്കണ്ട, അവൻ അത് തന്നെ വേണം. എന്റെ മോനാണെന്ന് നീ തെളിയിച്ചു എന്ന് തന്നെ പറയാൻ കേട്ടോ. നാളെ മോന് കോടതി ജാമ്യം കിട്ടിയിരിക്കും, ഈ അച്ഛമ്മയാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അവിടുന്ന് പോകുമ്പം സച്ചി പറഞ്ഞിട്ടുണ്ട്, അച്ഛമ്മേ എന്റെ രേവതി നോയിക്കോണേ എന്ന് പറയുമ്പം അത് നീ പറയണോടാ, ഞാൻ പൊന്നുപോലെ നോയിക്കോളാം എന്നും പറഞ്ഞ് അച്ഛമ്മ അവിടുന്ന് പോവാണ്. സച്ചി ആണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് കരയുന്നുണ്ട് കേട്ടോ. പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേടോ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. സാറേ, അയാൾ കൊല്ലാൻ നോക്കിയത് എന്റെ ഭാര്യനെയാ. അവൻ കൊല്ലാൻ നോക്കിയനെ ഞങ്ങൾ ചെവി കൊണ്ട് കേട്ടതാ. അതുകൊണ്ട് ജസ്റ്റ് മിസ്സിനാണ് അവക്കൊന്നും സംഭവിക്കാതെ കാല് മാത്രം ഒടിഞ്ഞത്. പിന്നെ ഞാൻ അവനെ വെറുതെ വിടണമെന്ന് ചോദിക്കുന്നുണ്ട്. നാളെ കോടതി പോകുമ്പോ അറിയാം ജാമ്യം കിട്ടുമോന്ന് എന്നും പറഞ്ഞ് പോലീസുകാരനും പോവാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ അച്ചമ്മയാണെങ്കിൽ വേറൊരു വക്കീലിനെയൊക്കെ പോയി കാണുന്നുണ്ട്. അതിനുശേഷം മറ്റേ ആ CCTV സാധനങ്ങളെല്ലാം രവിയും അതുപോലെ ശ്രീകാന്തും ഒക്കെ കളക്ട് ചെയ്യാൻ കേട്ടോ. അതിൽ നിന്ന് മാനനെയാണ് തെളിയിക്കുന്നുള്ള ആ ഒരു ചിത്രങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. പിറ്റേ ദിവസം അങ്ങനെ കോടതി കൂടുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് ഈ ആനയുടെ ആളാണെങ്കിൽ വക്കീലാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ സച്ചിക്കെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. അതേ സമയത്ത് സച്ചിയുടെ വക്കീലാണെങ്കിൽ പറയുന്നുണ്ട്, ഇന്ന ദിവസം രേവതിയുടെ കാല് ഇതുപോലെ ആക്സിഡന്റായി ഒടിഞ്ഞാണ്, ഭയങ്കര സ്പീഡിലായിരുന്നു വണ്ടി വന്നത്, ഭാഗ്യം കൊണ്ടാണ് ജീവൻ പോകാതെ രക്ഷപ്പെട്ടത്. അന്ന് ആ വണ്ടി ഓടിച്ചത് ഈ ആനണി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അത് മാത്രമല്ല അതിന്റെ ഫോട്ടോസും വിഷ്വൽസും എല്ലാം കൊടുക്കുകയാണ് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ ആന്റണിയാണ് ഇത് ചെയ്തെന്നുള്ളതിന് സാക്ഷിയായിട്ട് ഇങ്ങനെ ഒരാളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഒരു കടക്കാരനെ കൊണ്ടുവരാണ്. ആന്റണി മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ തെളിവുകളും നമ്മുടെ ആന്റണിക്കെതിരെ ആവുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിട്ട് പോലും അവർ അന്വേഷിക്കാൻ പോലും തയ്യാറായില്ലെന്ന് സച്ചി കോടതി വെച്ച് പറയാൻ കേട്ടോ. എന്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ എഴുന്നേക്കണമെങ്കിൽ പോലും ഒരാളുടെ സഹായം വേണം, അതിനെല്ലാം കാരണക്കാരൻ അയാളാണെന്നൊക്കെ പറയാണ്. അപ്പൊ കോടതി പറയുന്നുണ്ട്, എന്തൊക്കെയാണേലും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല, താൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, എന്തായാലും താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് ജാമ്യം അനുവദിക്കാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചിക്ക് ജാമ്യം അനുവദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി ജാമ്യത്തിൽ ഇറങ്ങുന്നുണ്ട്. അച്ഛമ്മയാണെങ്കിലും അവനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ.
രേവതിയാണെങ്കിൽ മോനെ കാത്തിരിക്കുക, ബാ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും കേസ് നീണ്ടു പൊക്കോണ്ടിരിക്കും സച്ചിയേട്ടാ. ആനനെ ഇനി അതിന് പിന്മാറിയാൽ മാത്രമേ ഈ കേസ് ഒതുങ്ങുള്ളൂ. അല്ലാത്ത വശം ഇങ്ങനെ മിക്കവാറും വന്നുകൊണ്ടിരിക്കേണ്ടി വരും. അടുത്ത ഹിയറിങ്ങിന് അറിയാം അടുത്ത എന്തായിരിക്കും എന്നൊക്കെ ഇവർ പറയാൻ കേട്ടോ. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, ആനനെ പോയി എനിക്കൊന്ന് കാണുമെന്ന് പറയുമ്പം അച്ഛമ്മ പറയാണ്, തൽക്കാലം അതൊന്നും വേണ്ട, നീ ഇപ്പൊ നേരെ വീട്ടിലേക്ക് പോകാൻ നോക്ക് എന്ന് പറയാണ്. അങ്ങനെ അച്ഛമ്മയും ശ്രീകാന്തും സച്ചിയും കൂടി നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും രേവതി സച്ചിയെ കണ്ട് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. സച്ചി പറയുന്നുണ്ട്, സാരല്ലേ രേവതി, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എന്താ വന്നില്ലേ എന്ന് പറയാണ്. എന്തിനാ സച്ചിയേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത്? അവന്റെ കാലൊക്കെ എന്തിനാ തല്ലൊടിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായത്? സാരല്ലേ രേവതി, ഞാൻ ഒരു ദിവസം സ്റ്റേഷനിൽ കിടന്നല്ലേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ടെന്താ അവൻ 2 കാലും എനിക്ക് തല്ലൊടിക്കാൻ പറ്റിയില്ലേ? ജീവിതകാലം മുഴുവനും ഇനി അവൻ അനുഭവിക്കും. 6-7 മാസമാകും അവന് എഴുന്നേറ്റെന്ന് നടക്കണമെങ്കിൽ. അത് അവനുള്ള ശിക്ഷയാ. നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചേന് നിന്നെ അവൻ കൊല്ലാൻ നോക്കുവായിരുന്നറിയോ? അതുകൊണ്ടാ അവനെ ആ ശിക്ഷ കൊടുത്തത് എന്ന് പറയാണ്. ഈ സമയത്ത് ശരത്തും അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ശരത്ത് പറയാണ്, ആനനെ പോയി ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടിരുന്നു, വളരെ മോശമാണ് അവസ്ഥ, 2 കാലും ഓപ്പറേഷൻ ചെയ്ത് കിടക്കാണ് എന്ന് പറയുന്നുണ്ട്. രേവതി ചോദിക്കാണ്, നീ പോയി അവനെ കാണാൻ പോയാടാ? അതെ, ഞാൻ കാണാൻ പോയി, എന്താ അവസ്ഥ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ എന്ന് പറയുമ്പോ സച്ചി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടാ അവൻ പോയത്. ഇനി എന്തായാലും ആനനി പറഞ്ഞത് ഇവൻ അനുസരിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛമ്മ പറയാണ്, എന്തായാലും കുറച്ചു ദിവസം ഞാനിവിടെ കാണും. സച്ചി വീട്ടിൽ അടഞ്ഞുകൂടി ഇരിക്കാതെ മര്യാദയ്ക്ക് നീ ഓട്ടത്തിനൊക്കെ പോകാൻ നോക്ക്. ആനനിയുടെ കാര്യം ഇനി എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് കൂടി പറഞ്ഞു കേട്ടോ. അതായത് ആനനിയുടെ ആ ഓപ്പറേഷന്റെയും സർവ്വ ചെലവുകളും നമ്മുടെ സച്ചി വഹിക്കണം കേട്ടോ. അത് ലക്ഷങ്ങളാകും. സച്ചി അത് കേട്ട് ആകെപ്പാടെ അപ്സെറ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അച്ഛമ്മ പറയുന്നുണ്ട്, എടാ ഞാനുള്ളപ്പോ നീ അതൊന്നും ഓർത്ത് അപ്സെറ്റ് ആവേണ്ട കാര്യമില്ല. നിന്നെ എരികേറ്റി വിട്ടത് ഞാനാണെന്നാ നിന്റെ അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് അത് ഞാൻ ഏറ്റു. അവന്റെ എന്റെ ചെലവാണെങ്കിലും ഞാൻ കൊടുത്തോളാം. സാരില്ല, അവനെങ്കിലും കാലുവേത് കിടക്കുന്നത് എനിക്ക് കാണാലോ, അത് മാത്രം മതിയെന്ന് അച്ഛമ്മ പറഞ്ഞു കേട്ടോ. അച്ഛമ്മ പിന്നെ നല്ല കോടീശ്വരാണ് കേട്ടോ. ഇഷ്ടംപോലെ കാശൊക്കെ അച്ഛമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛമ്മയ്ക്ക് അത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അച്ഛമ്മ അത് കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സച്ചിക്കും ഒരു സമാധാനം ആവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ആഹാ, ജയിൽ പുള്ളി ഇങ്ങനെ എത്തിയോ? നിന്നെ റിമാൻഡ് ചെയ്യുന്നതായിരുന്നല്ലോ പറഞ്ഞറിവ്, എന്നിട്ട് നിന്നെ വെറുതെ വിട്ടോ എന്ന് ചോദിക്കാ ചിരിച്ചോണ്ട് നിൽക്കുമ്പോഴേക്കും അച്ഛമ്മ പോയിട്ട് പറയുന്നുണ്ട്, അതെ നീ മരുമകളായിപ്പോയി, അല്ലെങ്കിൽ അടിച്ചിട്ട് കവളി ഞാൻ പൊട്ടിച്ചാനെ. നീ എന്താടെ കരുതിയത്? എന്തു ആരെയും പറയാനോ? എന്റെ മകനെ വെറുതെ ഒന്നുമല്ല, അവന്റെ ഭാര്യനെ തൊട്ടവനെയാ അവനിപ്പൊ അടിച്ച് ശരിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ജയിലിൽ പോയെങ്കിലേ അതൊരു അന്തസ് തന്നെയാ, അല്ലാതെ നിന്റെ ഭർത്താവിനെ പോലെ ഒരു മോണ്ണയൊന്നും അല്ല എന്റെ മോൻ എന്ന് പറയാണ്. ഇത് കേട്ട് ശ്രുതി ആകെപ്പാടെ ചമ്മി നിൽക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി പറയുന്നുണ്ട്, വാ ശ്രുതി, നമുക്ക് അകത്തേക്ക് കയറിപ്പോവാം. നാളെ ഇല്ലോടാ നിനക്ക്, നിന്റെ സ്വന്തം അനിയനല്ലേ അവൻ. അവനൊരു ആപത്ത് വന്നപ്പോ നീ ഇങ്ങനെയാണ് പെരുമാറുന്നത്? എന്തായെന്ന് പോലും നീ ഒന്ന് അന്വേഷിച്ചില്ല. അവൻ സ്റ്റേഷനിൽ പോയപ്പോ പോലും ഒന്ന് അന്വേഷിച്ചു പോലും ഇല്ലല്ലോ. അതേസമയത്ത് അവൻ തന്നെ ശ്രീകാന്ത് കണ്ടില്ലേ ഓടി നടന്ന് അവനോട് എല്ലാം ചെയ്തത്? നിന്റെ കൂടപ്പറപ്പല്ലേ അവൻ. ആ ഒരു സ്നേഹമെങ്കിലും നിനക്ക് കാണിക്കത്തില്ലേ എന്ന് ചോദിക്കാണ്. അച്ഛമ്മേ, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ സ്റ്റേഷനിലൊന്നും പോയി എനിക്ക് പരിചയമൊന്നുമില്ല, പിന്നെ ഞാൻ എന്നാ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പം നാണമില്ലടാ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. നിന്റെ അനിയനല്ലേ അവൻ. അവനെ ഒരു നോക്കി കാണാൻ പോലും നീ ആഗ്രഹിച്ചില്ലല്ലോ. അവനെന്ത് സംഭവിക്കുന്നെങ്കിൽ നീ ചോദിച്ചില്ലല്ലോ. ഇത്രയും നേരമായി കോടതി പിരിഞ്ഞിട്ട് ഇതുവരേക്കും നീ ഇന്ന് ഫോണെങ്കിലും ചെയ്ത് എന്താണെന്നെങ്കിലും അറിഞ്ഞോ? ഇവൻ ജയിലിലേക്ക് പോയോ? അവന് ശിക്ഷ കിട്ടിയോ? എന്തെങ്കിലും നീ അന്വേഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സുധിയൊന്നും മിണ്ടാതെ തലകുണിച്ച് നിൽക്കാണ്. അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പെണ്ണ് നിന്നെ തട്ടിക്കൊണ്ട് പോയായിരുന്നല്ലോ കാശിന് വേണ്ടി. അവളുടെ തോക്കി മുന്നിൽ നിൽക്കില്ലായിരുന്നു നീ. തട്ടിക്കളയുന്നവരെ അവള് പറഞ്ഞല്ലേ, അപ്പൊ നിന്നെ രക്ഷിച്ചത് ആരാടാന്ന് ചോദിക്കാണ്. അപ്പോ സുധി കരഞ്ഞുകൊണ്ട് അച്ഛമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ചേ നാണം കിട്ടവനെ, എന്റെ മുമ്പിലേക്ക് നിൽക്കാൻ പോലുള്ള യോഗ്യത നിനക്കില്ല. നിന്റെ അനിയനായിട്ട് പോലും അന്ന് അവിടെ വന്ന് റിസ്ക് എടുത്ത് ആ തോക്ക് വെച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ മുമ്പിൽ പോലും അടിച്ചിട്ട് നിന്നെ രക്ഷപ്പെടുത്തിയവനാണ് ഈ അനിയൻ. ആ ഒരു ബഹുമാൻ, ആ ഒരു സ്നേഹം പോലും നിനക്കില്ലല്ലോടാ. ഈ ഒരു ആപത്ത് വന്നപ്പോ ഒരു ഫോൺ കോളെങ്കിലും വിളിച്ചു ചോദിക്കാൻ നീ മെനക്കെട്ടോ? അവനാണെങ്കിലോ ഒന്നും നോക്കാതെ ആ പാദയാത്രയ്ക്ക് ഇറങ്ങായിരുന്നു നിന്നെ രക്ഷിക്കാനായിട്ട്. നിന്റെ ഭാര്യ പോലും പറഞ്ഞതാ വേണ്ട പോവണ്ടെന്ന്. അതുപോലും കേൾക്കാതെ എന്റെ ചേട്ടനെ രക്ഷിക്കുമെന്നും പറഞ്ഞ് ഉറക്ക വളച്ച് അവൻ നിന്നെ തപ്പി ആ സംഘത്തിലേക്ക് വന്നത്. മരിക്കാൻ പോലും പേടിയില്ലാതെയാ അവൻ അങ്ങോട്ടേക്ക് കയറി വന്നത്.
അതാടാ കൂടപ്പിറപ്പ് സ്നേഹം. നാണം കെട്ടവനെ, നിന്റെ ഭാര്യ പറഞ്ഞതെന്ന് കേട്ട് അവളുടെ മൂടും താങ്ങി നീ ഇങ്ങനെ നടന്നോ? ഇനി നിനക്കൊരാപത്തൊന്നാലും ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാരും പ്രതികരിക്കാൻ പോകുന്ന, നീ ഓർത്തോ എന്നും പറഞ്ഞ് അച്ഛമ്മ അവനെ കുറെ ചീത്ത പറയാൻ കേട്ടോ. ചീത്ത പറഞ്ഞെന്തായാലും ഒരു കുറ്റം പറയാൻ പറ്റില്ല. കാരണം ശ്രുതി ചെയ്തത് അമ്മായി പണിയായിപ്പോയി. സച്ചിക്ക് ഇത്ര ലാഭത്തോടായിട്ട് പോലും ഒരു കോൾ പോലും വിളിക്കാൻ അവൻ തുനിഞ്ഞില്ല കേട്ടോ. അവൻ വന്നുമില്ല. ശ്രുതിയാണെങ്കിലോ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നമുക്ക് ഷോപ്പിലെ കാര്യങ്ങൾ നോക്കാന്നും പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ചുകൊണ്ട് പോവാതെ കേട്ടോ ചെയ്തത്. ശ്രുതിക്കാണെങ്കിലോ ഇത് ആകെപ്പാടെ ഒരു നാണക്കേടും ഒരു ഗിൽറ്റി ഫീലൊക്കെ ആവുന്നുണ്ട്. ശ്രുതി പറയാണ്, അച്ഛൻ അങ്ങനെ പലതും പറയും, നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, പോയി കുളിച്ച് ഫ്രഷ് ആവാൻ നോക്ക്, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം എന്ന് ശ്രുതി പറയാണ്. പക്ഷെ എങ്കിലും ശ്രുതിയുടെ മനസ്സിൽ ആ ഒരു വല്ലാത്തൊരു വിഷമം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. സച്ചി പറയാണ്, അതൊന്നും സാരില്ല അച്ഛമ്മേ, അവൻ പണ്ടേ അങ്ങനല്ലേ, സ്വാർത്ഥന, എല്ലാ കാര്യവും അവന് തന്നെ വേണം. കുട്ടിക്കാലത്ത് പോലും അവൻ അങ്ങനെ ആയിരുന്നല്ലോ. അവന് വേണ്ടി ഞാനല്ലേ അനുഭവിച്ചത് മൊത്തം. അവനായിരുന്നല്ലോ സന്തോഷവും സുഖവും എല്ലാം കിട്ടിക്കൊണ്ടിരുന്നത്. അവന്റെ സന്തോഷത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യാൻ മടിക്കില്ല. അതൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും അവനെ തല്ലൊതുക്കാൻ എനിക്ക് പറ്റിയല്ലോ, അവിടുന്ന് പുറത്തിറങ്ങാനും പറ്റി. പക്ഷെ അച്ഛമ്മയുടെ കാശ് പോകുന്നതല്ല എനിക്ക് വിഷമം. എടാ, എനിക്കതിലെ ഒരു വിഷമവും ഇല്ല. ഇവളെ അപായപ്പെടുത്താൻ ശ്രമിച്ചവനെ അവനെ തല്ലി ശരിയാക്കിയത് നീയല്ലേ. അതുകൊണ്ട് ഇത് മുടക്കാൻ എനിക്ക് യാതൊരു മടിയില്ല എന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. സച്ചി പറയാണ്, എങ്കിലും ഓരെങ്കിലും ഇല്ല, നീ കയറിപ്പോയേ. വർഷമോളെ ആഹാരമൊക്കെ എടുക്ക്, നമുക്ക് ഒരുമിച്ച് വിളമ്പാം എന്ന് പറയുമ്പോൾ ശരി അച്ഛമ്മയെന്ന് പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്തൊക്കെ കൂടിയിട്ട് ആഹാരമൊക്കെ വിളമ്പുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ആഹാരം കഴിക്കാനിരിക്കുന്നുണ്ട്. അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, ഞാൻ പോയ പിന്നെ നീ ജോലിയൊന്നും ചെയ്യാറില്ലേ? അയ്യോ അച്ഛമ്മേ, ഞാൻ ചെയ്യാറുണ്ട്. സച്ചി ആണെങ്കിൽ ടെൻഷൻ കാരണം മറുപടി ഒന്നും പറയാൻ മിണ്ടാതിരിക്കാൻ കേട്ടോ. എങ്കിലേ നാളെ തൊട്ട് ഞാൻ കാണട്ടെ, പണിയില് നീ ഇമ്പ്രൂവ് ആയോന്ന്. അപ്പോ ഇവിടെ ചോദിക്കാണ്, അല്ല അച്ഛമ്മ അപ്പൊ നാളെ പോകുന്നില്ലേ? ഞാൻ നാളെ പോവാനോ? ഞാൻ എപ്പോ പോകണം വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ഒരാഴ്ച ഞാൻ ഇവിടെ കാണും, അത് കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ ശ്രുതി മനസ്സിൽ പറയുന്നുണ്ട്, എന്റെ ഈശ്വര, ഈ തള്ളയപ്പോ ഒരാഴ്ച ഇവിടെ കാണുമോ? എങ്കില് എന്റെ കട്ടയും പടവും വേഗുമല്ലോ എന്നും മനസ്സിലിങ്ങനെ കരുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ രേവതി ആണെങ്കിൽ കരഞ്ഞുകൊണ്ടെന്നാണ് ആഹാരം കഴിക്കുന്നത്. അപ്പോ അച്ഛമ്മ പറയുന്നുണ്ട്, മോളെ അതൊന്നും സാരമില്ല, ജീവിതമാകുമ്പോ ഇതൊക്കെ ഉണ്ടാവുന്നതാ. മോളെ അപായപ്പെടുത്താൻ അയാളെ ശ്രമിച്ചില്ലേ? മോക്കത് എന്തെങ്കിലും സംഭവിച്ചു പോയെന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് അവനെ വെറുതെ വിട്ടാല് അത് ശരിയാവില്ല. വീണ്ടും വീണ്ടും അവൻ ഇങ്ങനെ ആവർത്തിച്ചോണ്ടിരിക്കും. പിന്നെ അവൻ നല്ല മനുഷ്യനൊന്നും അല്ലല്ലോ, എല്ലാവരോടും ഉപദ്രവം ചെയ്യുന്ന ഒരു ഉപദ്രവകാരിയല്ലേ. അതുകൊണ്ട് അവൻ ഇതൊക്കെ ആവശ്യമാ. മോളൊന്നും അത് സങ്കടപ്പെടണ്ട. എങ്കിലും എന്റെ സച്ചിയേട്ടൻ ഒരു ദിവസം മൊത്തം സ്റ്റേഷനിൽ കിടന്നില്ലേ? അപ്പൊ സച്ചി പറയാണ്, അതൊന്നും സാരയില്ല, ഞാൻ പറഞ്ഞല്ലോ അവനെ തല്ലിന് അത്ര ശിക്ഷയിലേ കിട്ടിയുള്ളൂ, അത് സഹിക്കാവുന്നേ ഉള്ളൂ. രേവതി, നീ ആഹാരം കഴിക്ക് എന്ന് പറയാണ്. രവി പറയുന്നുണ്ട്, എന്തായാലും കഴിഞ്ഞു സച്ചി, ഇനി ഞാനൊരു കാര്യം പറയാണ്, മേലാൽ ആരെ തല്ലാനോ കൊല്ലാനോ എന്തിനെങ്കിലും ഇവിടുന്ന് ഇറങ്ങിയാലുണ്ടല്ലോ നിന്റെ കാര്യം തല്ലിയൊടിക്കും, നീ ഓർത്തോ എന്ന് പറയാണ് കേട്ടോ. അച്ഛമ്മ പറയുന്നുണ്ട്, എന്തായാലും സാരയില്ല, എല്ലാം ഇങ്ങനെ കലങ്ങി തെളിഞ്ഞല്ലോ, അത് തന്നെ സമാധാനം. മോളെ ഉപദ്രവിച്ച് ആരാന്നറിയാതെ ഞങ്ങൾ ടെൻഷൻ അടിച്ച് നടക്കായിരുന്നു. അല്ലട സച്ചി, നീ ഇതങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോ സച്ചി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അത് പിന്നെ അതൊക്കെ ഞാൻ അറിഞ്ഞച്ചമ്മേ, ഞാൻ CCTV ഒക്കെ നോക്കി അറിഞ്ഞതാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രുതി ഇങ്ങനെ ഓർക്കാണ്, ആനനെ ശ്രുതിയെ സഹായിച്ച ഒരാളാണല്ലോ, അപ്പൊ അയാളെ പോയി കാണണം, വീട്ടിലെ ചർച്ചകളൊക്കെ ഒന്ന് അറിയിക്കണം, അയാളെ ഒന്ന് എരിയേറ്റണം. എന്നിട്ട് സച്ചി അയാളെ പുറത്തിറങ്ങുമ്പോ അയാൾക്ക് ഇച്ചിരി ആരോഗ്യമൊക്കെ വെക്കുമ്പോൾ സച്ചിക്കിട്ട് വീണ്ടും പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ആലോചിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും അയാളോടൊന്ന് പറഞ്ഞ് സെറ്റാക്കണം എന്നൊക്കെ ആലോചിക്കാണ് കേട്ടോ. ഇതുപോലെ വേറെ വന്ന സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണേ. മിസ്സാവാതിരിക്കാനായിട്ട് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.